ഹായ് ഫ്രണ്ട്സ്, ആദില നൂറ ഫൈസൽ മലബാർ ഗോൾഡിൻ്റെ ആ പ്രശ്നം കത്തിജ്വലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദില നൂറയും തിന്നതിൻ്റെ ആ പൈസ അങ്ങോട്ട് അയാളുടെ കടയിലോ അല്ലെങ്കിൽ അയാളുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലോ ഒരു പോയ സ്ഥലത്ത് ഹൗസ് വാമിങ്ങിന് പോയില്ലേ, ആ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. സാധാരണ ഈ സെലിബ്രിറ്റികൾക്ക് യാത്രാ ചെലവും പൈസയും ഭക്ഷണവും അതുപോലെ തന്നെ റൂം ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെ വിളിക്കുന്നത് അവരുടെ ഈ മാനേജേഴ്സാണ് ഈ വിളിക്കുന്നത് എന്നാണ് ഇപ്പോൾ അയാൾ പറയുന്നത്. ഫൈസൽ ഈ മലബാർ ഗോൾഡിൻ്റെ ഉടമസ്ഥൻ ഫൈസൽ പറഞ്ഞിരിക്കുന്നത് മാനേജർ വിളിച്ചതാണ്. അത് ആദില നൂറയെ വിളിച്ചത് ഫൈസലല്ല എന്നാണ് പറയുന്നത്. സാധാരണ ഈ സെലിബ്രിറ്റികളെ ശരിക്കും വിളിക്കേണ്ടത് ആരാണ്? സെലിബ്രിറ്റികൾക്ക് ശരിക്കും നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം യഥാർത്ഥ അതിൻ്റെ ഉടമ വിളിക്കാതെ ഇവരേതോ ഒരു മാനേജർ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പരിപാടിക്ക് ഏന്തി വലിഞ്ഞു പോവുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അവിടെ ചെന്ന് മൂക്കുമുട്ട നന്നായി ഭക്ഷണവും കഴിച്ച് അവിടുന്ന് സുഖമായി കുറേ ഫോട്ടോഷൂട്ടും ചെയ്ത് വർത്തമാനവും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. ശരിക്കും സെലിബ്രിറ്റികളെ വിളിക്കുകയാണെങ്കിൽ നമ്മളൊരു കല്യാണത്തിനോ നമ്മളൊരു വിരുന്നിനോ പോകുന്നത് ആരാണ്? ആ വീട്ടിലെ ആൾക്കാർ വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോവുക അല്ലേ? അല്ലാതെ ഏതെങ്കിലും ആ വീട്ടിലെ ഏതെങ്കിലും ഒരു പണിക്കാരനോ അവരോ വിളിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ ആ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുമോ? ഇല്ല. അപ്പോൾ ഇതേ മാന്യത സെലിബ്രിറ്റികളും ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഫൈസല് അല്ലെങ്കിൽ അവരെ മാനേജർ, ഇവരൊക്കെ വിളിക്കുന്നത് സാധാരണക്കാരെ വിളിക്കുന്നുണ്ടോ? അവരെ മലബാർ ഗോൾഡിൽ പോയിട്ട് നിങ്ങൾ അവിടെ ചെന്ന് നോക്കൂ. ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് തവണ പോയിട്ടുണ്ട്. അവിടെ ചെന്ന സാധാരണക്കാരാണ് അവിടെ ഇത് മേടിക്കാൻ ഇരിക്കുന്നത്, സ്വർണം മേടിക്കാൻ. ഈ സെലിബ്രിറ്റികൾ ആരും അവിടെ സ്വർണം മേടിക്കാൻ വരുന്നില്ല. സെലിബ്രിറ്റികളെ എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കൽ അങ്ങനെ വരുന്നുണ്ടാവായിരിക്കാം. പക്ഷേ ഡെയിലി പോയിട്ട് സ്വർണം മേടിക്കലും കല്യാണ പർച്ചേസ് ചെയ്യലും ഒക്കെ സാധാരണക്കാരാണ്. പക്ഷേ ഇവരുടെ വലിയ വലിയ മഹത്വങ്ങളായ പാർട്ടികൾ വന്ന സാധാരണക്കാരെ ഒന്നും വിളിക്കില്ല, സെലിബ്രിറ്റികളെ വേണം. എന്നിട്ട് ആ സെലിബ്രിറ്റികളെ വെച്ച് അവർ കൂടുതൽ ഫെയിം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആദില നൂറുടെയും വിഷയം ഈ ഫൈസൽ മലബാർ ഗോൾഡ് എന്തിനാണ് എടുത്തിട്ടത്? അതിൽ കൂടി ഇപ്പോൾ കത്തിജ്വലിച്ച് നിൽക്കുകയാണ് അല്ലേ? ഇപ്പോൾ എത്ര ദിവസം മലബാർ ഗോൾഡ് കത്തിജ്വലിച്ചു നിന്നു? ഇത്രയും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം അവർക്ക് പൈസ കൊടുത്ത് വേണ്ടി വരുന്നില്ല. ചെറിയൊരു ആരോപണം ഉന്നയിച്ചാൽ മാത്രം മതി, പിന്നെ ഒരാഴ്ച ഇത് കിടന്ന് കത്തിക്കോളും. അതാണ് അവരുടെ പ്രധാന തൊഴിൽ. അപ്പോൾ നമ്മൾ ഈ വലിയ വലിയ സെലിബ്രിറ്റികൾ ഈ കാശൊക്കെ മേടിച്ച് ചെല്ലുമ്പോൾ ആരാണ് ഞങ്ങളെ വിളിക്കുന്നത്? ഇതിൻ്റെ ഫൈസൽ ഓണർ തന്നെയാണോ, അല്ലെങ്കിൽ ഓണറുടെ വൈഫാണോ, ഓണറുടെ മക്കളാണോ, ഓണറുടെ ഉമ്മയാണോ, ഓണറുടെ ഉപ്പയാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം വരാൻ. അല്ലാതെ ഓണറുടെ ഏതോ ഒരു ജോലിക്കാരൻ, മലബാർ ഗോൾഡിൽ നിൽക്കുന്ന ഏതൊരു സെയിൽസ്മാൻ, ഇവരൊക്കെ വിളിച്ചുകൊണ്ട് ഇവർ ഈ 10-50,000 രൂപയുടെ അല്ലെങ്കിൽ 20,000 രൂപയുടെയൊക്കെ ഡ്രസ്സ് പൊക്കി പിടിച്ച് അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് കേൾക്കേണ്ടത് മുഴുവൻ അയാളെ വായിൽ നിന്ന് അവർ കേട്ടില്ലേ? അതാണ് പറയുന്നത്. പക്ഷേ നമ്മളുടെ ബിഗ് ബോസ് ജയിച്ച അനുമോളും നൂറ ആദില അവിടെ പോയിരിക്കുന്ന ആരൊക്കെയാണെന്നറിയോ? ബിസിനസ് മാഗ്നറ്റ്സുകൾ ഉണ്ടായിരുന്നു, ലുലു ചെയർമാൻ ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് നേതാക്കന്മാരുണ്ടായിരുന്നു, പ്രിയ വാര്യർ, അതുപോലെ രഞ്ജിഷ വിജയൻ, നരൻ, പിന്നാര ശ്രേയ, അർജുൻ, നമ്മുടെ ഹരിശ്രീ അശോകൻ്റെ മോൻ അർജുൻ, റഹ്മാൻ, സാനിയ, അല്ലു അർജുൻ്റെ അനിയൻ, അതുപോലെ ലക്ഷ്മി റായി, അർജുൻ കപൂർ, അതുപോലെ തന്നെ കയർ ഗോകുൽ, റിയാസ് മുഹമ്മദ്, നമ്മുടെ മന്ത്രിയായിട്ടുള്ള റിയാസ് മുഹമ്മദ്, അനുമോള്, ആദില, നൂറ, പിന്നെ നമ്മുടെ അനുമോളുടെ പ്രൊട്ടക്ഷനായി ഇപ്പോൾ നടക്കുന്ന റിയാസ്, റിഷ്മിൻ, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇവരൊക്കെ അവിടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അനുമോളും നമ്മുടെ റിയാസും കൂടിയിട്ട് കയറി വരുമ്പോൾ എനിക്ക് അപ്പം തോന്നിയത്, എൻ്റെ മനസ്സിൽ വന്നത് ശരിക്കും അനുമോളുടെ ബാക്കിലാണ് എപ്പോഴും നമ്മുടെ ഈ റിയാസ് അല്ല കേട്ടോ, സോറി, ഷിയാസ് എപ്പോഴും അനുമോളുടെ ബാക്കിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് അനുമോള് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്താണ്, ബസ്സിൽ നിൽക്കുന്ന പോലെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ ഈ ഷിയാസ് അടുത്ത് വന്ന് മുട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം അനുമോൾക്ക് എന്താണ്, കംഫർട്ടബിൾ ആണോ? ബസ്സിൽ നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? അത് ഷിയാസ് ആയതുകൊണ്ടാണോ? അക്ബർ ബാക്കി വന്ന് നിന്നപ്പോഴാണ് മാത്രമാണോ ആ കംഫർട്ട്? അത് ഒരു ഗെയിമായിരുന്നു അല്ലേ? ഗെയിമിൽ അങ്ങനെ നിന്നാലും പ്രശ്നമില്ല. പക്ഷേ സാധാരണ ഒരാൾ മുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ബസ്സിലെ പോലെ തോന്നുന്നില്ലേ? എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഷിയാസും അതുപോലെ തന്നെ നമ്മുടെ വിനും അനുമോളുടെ അടുത്ത് മുട്ടിക്കൊണ്ട് ബാക്കിൽ തന്നെയാണ് എപ്പോഴും നിലയുറപ്പിക്കുന്നത്. ഫ്രണ്ടിലേക്കേ അവർ വരാറില്ല. അനുമോളെ മുട്ടി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അനുമോൾക്ക് ഇഷ്ടമാണോ? എനിക്ക് അത്
അവിടെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അത് പോട്ടെ, ആ കാര്യം പോട്ടെ. അപ്പോൾ നമ്മുടെ ഇവരൊക്കെ കൂടി വന്നിരിക്കുന്നത് ഈ മാനേജർ വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാണ്ട് ഫൈസൽ വിളിച്ചിട്ടല്ല വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അഖിൽമാരാര് ഈ പെൺകുട്ടികളുടെ സെറ്റ് നിന്നിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ പെൺകുട്ടികളെ സെറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ മാത്രമാണ് ഞാൻ ഈ പെൺകുട്ടികളെ സെറ്റ് നിൽക്കുന്നത്. സാധാരണ ഇവരുടെ ഒരു കാര്യത്തിനും ഞാൻ യോജിപ്പല്ല. കാരണം ഇവർ പറഞ്ഞിരിക്കുന്ന കുറേ നുണകൾ അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അഖിൽമാരാര് പറഞ്ഞിരിക്കുന്നത് നോക്കി നോക്കൂ. ശരിക്കും ഈ ഫൈസൽ എന്ന് പറയുന്ന ആൾ പ്രാഞ്ചിയേട്ടനാണെന്ന് പറയുന്നു. പ്രാഞ്ചിയേട്ടൻ്റെ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. ശരിക്കും ആൾ ശുദ്ധനാണ്, പക്ഷേ ഒരു പൊങ്ങച്ചക്കാരനാണ്. അയാൾക്കൊരു 10 പേർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ 100 പേര് അറിയണം, അങ്ങനെയൊരു മനസ്സിലുള്ള ഒരാളാണ് ശരിക്കും ഈ ഓണർ, ഈ ഫൈസൽ മലബാർ ഗോൾഡിൻ്റെ ഓണർ എന്നാണ് അഖിൽമാരാർ പറയുന്നത്. പേഴ്സണലായിട്ട് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നമുക്കറിയില്ലല്ലോ, നമ്മൾ സാധാരണക്കാർ സ്വർണം മേടിക്കുന്ന ഓണർ ആരാന്ന് പോലും ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അല്ലേ. ഇനി അവിടെ ആ പരിപാടിക്ക് വന്നൊരു മുഴുവൻ കോട്ടും സൂട്ടും ഇട്ട് കുറേ ആൾക്കാരുകളും ഹൈ എമൗണ്ട് ഉടുപ്പും മേടിച്ച് വരുന്ന കുറേ പെണ്ണുങ്ങളും പെൺകുട്ടികളും അമ്മമാരും അവർ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിനെ അവർ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അവർ വിളിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സാധാരണക്കാർ അവർക്ക് വേണ്ട, അവർക്ക് ഗോൾഡ് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വന്നോളൂ, ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ ഞങ്ങൾ വീഡിയോ ഇട്ട് തരാം, അതിരുന്ന് കണ്ട് ആസ്വദിച്ചോളൂ, ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഇവിടെ നിന്ന് നമ്മളിത് മേടിക്കേണ്ട ആവശ്യകതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇവരെ മലബാർ ഗോൾഡിൽ നിന്ന് ശരി ഇനി ആൾക്കാരത് മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ അത്രയും അവരുടെ ഡിമാൻഡ് കുറഞ്ഞു. പക്ഷേ അവർ വിചാരിച്ചിരിക്കുന്നത് മൂല്യം കൂടി എന്നാണ്. കാരണം എന്താണ്, ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ ഈ ആതിരയും നൂറയും വീട്ടിൽ കയറ്റിയത്, ഹൗസ് വാമിങ്ങിന് കയറ്റിയത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ പ്രൊട്ടക്ഷൻ കൂടുമെന്നാണ്. അദ്ദേഹത്തിന് മതപരമായിട്ട് വല്ല പ്രഷർ വന്നിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ. പക്ഷേ മതപരമായ പ്രഷർ വന്നാലും ഒരു പൊതു പരിപാടിയാണ് ഹൗസ് വാമിങ്ങിന് അല്ലേ, അല്ലാണ്ട് പേഴ്സണലായിട്ട് വിളിച്ചു വരുത്തിയതല്ല. ഒരു ഹൗസ് വാമിങ്ങിന് എല്ലാവരും വന്ന് അനുഗ്രഹിച്ച് പോകലാണ്. അത് പോയിക്കോട്ടെ, എന്തെങ്കിലും പിന്നീട് അവർ വീട്ടിലേക്ക് വിളിക്കാതിരുന്നാൽ മതിയില്ലേ, അല്ലെങ്കിൽ പിന്നെ തീരെ വിളിക്കാതിരിക്കണം അല്ലേ. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ ചെയ്ത് അപമര്യാദയാണ്. എങ്കിലും കൂടി ഇത് കുറച്ച് അർഹിച്ചതാണ് ഇവർക്ക് 2 പേർക്കും. കാരണം ഇവർ കുറേ ആയി സ്വന്തം ഉപ്പാനും ഉമ്മാനും വരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇവർ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതിന് സ്വന്തം ഉപ്പയും ഉമ്മനെ തള്ളി പറയുന്നവർ പല സൈസിലുള്ളവരുണ്ടാവാം. പക്ഷേ ഇവർ പറഞ്ഞിരിക്കുന്ന ഇവരുടെ ഉപ്പയും ഉമ്മയും നമുക്കറിയാമല്ലോ. ഈ ആദിലും നൂറയും ബിഗ് ബോസിൽ വന്നുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നന്നായിട്ടാണ് നോക്കിയിരിക്കുന്നത്. ഇവരെ 2 പേരും ഒരുമിച്ച് വേർപെട്ട് വരുന്നവരെ ഈ നൂറയുടെ ഉപ്പയും ഉമ്മയും പൊന്നു പോലെയാണ് നോക്കിയിരിക്കുന്നത്. എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്ന് നൂറ തന്നെ പറഞ്ഞു. ഡയമണ്ട് നെക്ലേസ് എനിക്ക് എൻ്റെ ഉപ്പ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്, അത് ഞാൻ ആദിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആദിലത് മേടിച്ചു വെച്ചും ചെയ്തു. അവരെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ മുതൽ മേടിച്ചു വെച്ചിരിക്കുന്നത്? അവരുടെ മുതൽ തിരിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ ആ ഡയമണ്ട് നെക്ലസും അവരെ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് അവരെ കുറിച്ച് കുറ്റം പറയാം. ഇപ്പോൾ ഈ നൂറയുടെ വേറൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾ കുറേ ഉണ്ടാക്കുന്നതിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കിച്ചിരിക്കുന്നു. നൂറയുടെ ഉമ്മാനെ കളിയാക്കിച്ചിരിക്കുന്നു, ഉപ്പാനെ കളിയാക്കിച്ചിരിക്കുന്നു. ഇത്രയും സ്നേഹിച്ച് അയാളുടെ ഒരു ഓഫീസ്, അയാളൊരു സ്ഥാപനം, ഒരു കട വരെ ഈ നൂറ എന്ന പേരിലാണ് അയാൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സ്നേഹം ഉണ്ടാവും. അങ്ങനെയുള്ളവരെയാണ് തള്ളി പറഞ്ഞിരിക്കുന്നത്. ശരിക്കും സാധാരണ സമൂഹത്തിൽ നോക്കാതെയും വലിച്ചിട്ട് പോകുന്ന അമ്മമാരും അച്ഛന്മാരുണ്ട്. അവരെയാണ് ഇത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്താങ്ങാം. പക്ഷെ ഇത്രയും നല്ല സ്നേഹിച്ച് നോക്കിയ നൂറയെ പൊന്നുപോലെ നോക്കിയ ഉപ്പാനും ഉമ്മാനെയാണ് നൂറ അത് പറഞ്ഞത്. ആദില പറഞ്ഞിരിക്കുന്നതോ സ്വന്തം ഉപ്പാനെ കുറിച്ചിട്ട് ബെഡിലേക്ക് വലിച്ചിട്ടു, റേപ്പ് ചെയ്യാൻ നോക്കി, ഫിസിക്കൽ അബ്യൂസ് ചെയ്തു എന്ന് ഒരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞു. മറ്റേ ചാനലിൽ വന്നിരുന്നു പറഞ്ഞു കടിച്ചു, മാന്തി, അടിച്ചു, ഇത് ഫിസിക്കൽ അസോൾട്ടേ ചെയ്തിട്ടുള്ളൂ, അബ്യൂസ് ചെയ്യാൻ നോക്കിയിട്ടില്ല, വൃത്തികേട് ചെയ്തിട്ടില്ല എന്നൊക്കെ ഒരു ചാനലിൽ വന്നിരുന്നു പറഞ്ഞു. പിന്നെ ബിഗ് ബോസിൽ വന്നിരുന്നു പറയുന്നു അവർ ഞങ്ങളെ നന്നായി നോക്കിയിട്ട് എൻ്റെ ഉപ്പാക്കുമ്മക്ക് എന്നെ നല്ല സ്നേഹമായിരുന്നു എന്ന് പറയുന്നു. അവരെ പ്രതീക്ഷിച്ച് 2 പേർ ഇരിക്കുന്നു ഫാമിലി റൗണ്ടിൽ. അപ്പോൾ ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്നിട്ട് ഈ ഉപ്പാനും ഉമ്മനെ ഇത്രയും കരിവാരി തേച്ചവർ, അത്രയും നല്ല സ്നേഹത്തെ നോക്കിയ, പൈസയും മുടക്കി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ച് സ്നേഹത്തെ നോക്കിയ ആ ഉപ്പാനും ഉമ്മാനെയാണ് കരിവാരി തേച്ചുകൊണ്ട് ഇവർ സമൂഹത്തിലിറങ്ങി വിലസുന്നത്. എന്നാൽ വിലസിക്കോട്ടെ, 2 പേരും ഒരുമിച്ച് താമസിച്ചോട്ടെ, പക്ഷെ അവരെ കരിവാരിത്തേക്കണോ? പ്രസ്മിൻ അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെയധികം നല്ല രീതിയിലാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തത്, ഫൈസൽ ഖാൻ്റെ വീട്ടിൽ പോയിട്ട് ട്രീറ്റ് ചെയ്തത്, അങ്ങനെയാണ്. പക്ഷേ ഒരാളെ ഞങ്ങളെ നടന്ന് കാണിച്ചിട്ടുമുണ്ട്, അല്ല ഒരാളെ ഇവരെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചിരുന്നു. അങ്ങനെയൊക്കെ നന്നായി ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫൈസൽ ഒന്ന് ആലോചിക്കണം, അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലെവലിലെത്തിയത്. എന്ത് കഷ്ടപ്പാടാണ് അവർക്കുണ്ടായത്? അവർ തന്നെ വരുത്തി വെച്ച വീണ
അവർ തന്നെ കഷ്ടപ്പെട്ട് ഓവർകം ചെയ്തു. ഇത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ നിന്നിട്ടാണ് നമ്പർ മേടിച്ചതെന്ന് റസ്മിയും പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് അവരെ എത്രയും അപമാനിക്കാനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അവരെ വീട്ടുകാർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം, അവർ മരിക്കണോ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടുകാർ നടക്കുന്നത് എന്നൊക്കെയാണ് റസ്മിയും പറയുന്നത്. മനുഷ്യനായി കാണുക ഫൈസൽ എന്നൊക്കെ പറഞ്ഞാണ് റസ്മി നിർത്തുന്നത് കേട്ടോ. ശരിക്കും ഫൈസലിനോട് എനിക്ക് പറയാനുള്ളത് എന്താണ്, അതിഥി നമോ ഭവ എന്നാണ് അല്ലേ. അതിഥി ശത്രു ആണെങ്കിൽ പോലും നന്നായി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇസ്ലാമും ഹിന്ദുവും ക്രിസ്ത്യാനികളും പഠിപ്പിക്കുന്നത് അല്ലേ. ഇതിൽ വേറൊരു സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദില, നൂറ, അനു ഇവരൊരുമിച്ച് കണ്ട് ആ പണ്ടത്തെ ആ ഒരു ഇതുണ്ടല്ലോ, അത് അവർ കൈ കൊടുത്ത് വർത്തമാനം പറഞ്ഞിട്ട് അവരത് ജസ്റ്റ് ഒരു വർത്തമാനം പറഞ്ഞ് ഇതാക്കുന്നുണ്ട് കേട്ടോ. അവരുടെ പൂർണ്ണമായിട്ടും അവർ മനസ്സുകൊണ്ട് അടുത്തു എന്നല്ല, ജസ്റ്റ് ഒന്ന് അടുത്ത് അവർ കൈ കൊടുത്ത് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ആദിലയും നൂറോടും ചെയ്തിട്ടുള്ളത്, ഈ ഫൈസൽ ചെയ്തത് മഹാപരാധമാണ്. പിന്നെ എനിക്ക് സെലിബ്രിറ്റികളോട് പറയാനുള്ളത്, ജസ്റ്റ് ഒരു ക്ഷണം കിട്ടുമ്പോഴേക്കും ഓടിപ്പടഞ്ഞ് പോയി അവിടെ ചെന്ന് ഭക്ഷണവും കഴിച്ച് മൂക്കും ഭക്ഷണവും കഴിച്ച് നേരെ നിന്ന് പോസ്റ്റ് ചെയ്യാതിരിക്കുക. അവിടെ ഇവിടെ അവരുടെ വീഡിയോ എടുത്ത് ഇവരുടെ വീഡിയോ എടുത്ത് നേരെ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക, എല്ലായിടത്തും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാണ് ഈ നാണം കെട്ട പരിപാടിക്ക് പോകുന്നത്? ഇത്രയും നാണം കെട്ട പരിപാടി നമ്മൾ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഈ ലുലുവിൻ്റെ ചെയർമാനെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെയും അതുപോലെ ഈ നടന്മാരെയൊക്കെ കൊണ്ടുവന്നത് ഈ മാനേജർ വിളിച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ ഫൈസൽ എന്ന് പറഞ്ഞ ആൾ ഡയറക്റ്റ് വിളിച്ച്, അല്ലെങ്കിൽ കുടുംബത്തിലെ ആൾക്കാർ ഡയറക്റ്റ് വിളിച്ചിട്ട് ക്ഷണിച്ച് വരുത്തിയുള്ളതാണ്. എന്നിട്ട് ഈ വക ചെറിയ സെലിബ്രിറ്റികൾ ജസ്റ്റ് ഒരു മാനേജർ വിളിച്ചു എന്നും പറഞ്ഞ് ഓടിപ്പടഞ്ഞ് ചെന്നിട്ട് ഇപ്പം നാണം കെട്ടില്ലേ. ഇനിയെങ്കിലും അവനവൻ്റെ വിലയും നിലയും മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവർ വിളിക്കുമ്പോൾ. ഓണർ വിളിക്കുന്നുണ്ടോ, നമ്മൾ ആവശ്യമുണ്ടോ അവർക്ക്, എങ്കിൽ അവർ ഓണർ തന്നെ വിളിക്കും നമ്മളെ അല്ലേ. അല്ലാതെ വിളിക്കേ വേണ്ട, അയാൾക്ക് വീട്ടിൽ വന്നിട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഫോൺ കോൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ല എന്നർത്ഥം. ഈ അവരിവരെ കൊണ്ട് വിളിപ്പിക്കണേ നമ്മൾ ആവശ്യമില്ല, അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കരുത്. ഇപ്പം അനീഷിനെ നോക്കൂ, അനീഷിനെ ആരെങ്കിലും അവിടെ കണ്ടോ? കാണില്ല. കാരണം അയാൾക്കൊരു ഇതുണ്ട്, നിലയും വിലയുണ്ട്. അയാൾക്ക് കൃഷിക്കാരനാണ്. ആ കൃഷിക്കാരൻ്റെതായ ഗുണം അയാളവിടെ കാണിച്ചു. അതായത് മറ്റുള്ളവരുടെ വീട്ടിൽ ഏന്തി വലിഞ്ഞ് പോവില്ല എന്നുള്ളൊരു ഗുണം അയാളവിടെ കാണിച്ചു. അവർ ഏത് തരക്കാരായിക്കോട്ടെ, അവർ ഏത് മനസ്സിലിരിപ്പോൾ അവരുടെ എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഫൈസൽ ചെയ്ത് തെറ്റായിക്കോട്ടെ, പക്ഷെ നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മളെ മാന്യമായി വിളിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പോകാൻ പാടുകയുള്ളൂ. തത്വം അനീഷ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അനീഷിനെ അവിടെ ആരും കണ്ടില്ല. അതാണ് മനുഷ്യൻ.